അനുഗ്രഹീതമായ സമയത്തില് ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നൽകിയ ഈ മനോഹരമായ സമയത്തെ ഓർത്ത് കർത്താവ് സ്തുതിക്കുന്നു. കർത്താവ് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും യു എയിൽ അടുത്തിടപെട്ടിട്ടുള്ള ദൈവദാസന്മാരുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് അവര് ബഹുമാനിയ കർത്തദാസനോടും ഇവിടെയുള്ള ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ വഹിക്കാൻ, അതുപോലെ ലേറ്റസ്റ്റ് പാസ്റ്റർ മലബാറിൽ കടന്നുവന്ന കർത്താവിന്റെ ദാസൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന സ്തോത്രം കർത്താവിന്റെ ദാസൻ ജോസ്, യൂട്യൂബിൽ എന്നോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രദർ ജിബു, മഞ്ജു ബ്രദർ തുടങ്ങിയ സഹോദരങ്ങളോടൊക്കെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്ന രാവിലെ കൊണ്ട് പ്രസംഗമായോണ്ട് തൊട്ടയൊക്കെ വല്ലാത്ത ദൈവത്തിനായി മാത്രമല്ലേ കഴിഞ്ഞ ഈ രാജ്യത്ത് വന്നിട്ട് ഒരു ജലദോഷം പോലും വന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കോൾട്ടടിച്ച് എങ്ങനെയാ അതിന്റെ ഒരു പ്രയാസം നേരിട്ടുകൊണ്ട് ശബ്ദം ശകല മനോരകമായിട്ട് തോന്നുമെങ്കിലും സദയം ക്ഷമാപണത്തോടുകൂടി ഞാൻ കർത്താവ് എനിക്ക് തന്ന സമയപരിധിയിൽ നിന്നുകൊണ്ട് ദൈവം എനിക്ക് നൽകിയ ആലോചനകൾ പങ്കുവെക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് പാസ്റ്റർ ബി തോമസ് എന്നാണ്. സ്ഥലം മലബാറിനടുത്ത് നിലമ്പൂർ എടക്കരയിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. കർത്താവിന്റെ സ്തോത്രം. ഇതൊക്കെ 35 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിക്കുവാൻ ഇടയായി തീർന്നു. 1980 ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് ഞാൻ മുളക്കരയിൽ എത്തുവാൻ ഇടയായി. അന്ന് ബൈബിൾ സ്കൂളിലെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥി ഞാനായിരുന്നു. ഇന്ന് ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു 35 വർഷത്തിന് മുമ്പ് എന്റെ സ്ഥിതി നിങ്ങൾക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയും. സുവിശേഷ വേലയെ കുറിച്ച് ഇട്ടും പൊട്ടും തിരിയാത്തൊരു കാലത്ത് ഉത്തരവാദിത്തമുള്ള ഒരു സഭയുടെ ഭാഷയാക്കി ദൈവം എന്നെ മാറ്റി. ഞങ്ങളുടെ ബൈബിൾ കോളേജില് അന്ന് വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉള്ളൂ. ഇപ്പോഴും അതേ ഉള്ളൂ. വെള്ളിയാഴ്ച ആകുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഭയങ്കര സന്തോഷമാണ്. അവിടെയുള്ള മിക്കവരും എന്നോടുകൂടെ പഠിക്കുന്നവർ റാന്നി, പൂന്തി, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, കൊട്ടാരക്കര, ചങ്ങനാശ്ശേരിക്കാരൊക്കെ. മലബാറിൽ നിന്ന് നാടുകടത്ത ഉൾപ്പെട്ടവനെ പോലെ ഞാൻ അവിടെ ഒറ്റപ്പെട്ടെങ്ങനെ നിൽക്കുകയാണ്. വെള്ളിയാഴ്ച ആവുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അതിന്റെ പ്രധാന കാരണം വീട്ടിൽ പോകാന്നുള്ളതാണ്. അതിന്റെയും പ്രധാനപ്പെട്ട കാരണം അന്നത്തെ അവിടുത്തെ ഭക്ഷണ രീതിയുമാണ്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തെ താഴ്ത്തി പറയല്ല. ഇന്ന് സ്ഥിതിയൊക്കെ മാറി കേട്ടോ. ഇന്ന് എല്ലാം സ്ഥിതിയൊക്കെ മാറി. അത് ഞാൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞിട്ട് അന്നത്തെ കാര്യം പറയുക. എല്ലാവരും വീട്ടിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഭക്ഷണ ക്രമീകരണമാണ്. കല്ല് വിഴുങ്ങിയാൽ ദഹിക്കുന്ന പ്രായം. രാവിലെ കഞ്ഞി പയറും, വൈകിട്ട് പയറും കഞ്ഞി. പിന്നെ ഞങ്ങളുടെ ഡൈനിങ് ഹാളിന് അടുത്ത് ഭയങ്കര ഒരു പുളിമരമുണ്ട്. അതിന് വെള്ളവും വേണ്ട, വളവും ഇടണ്ട, പാട്ടും കൊട്ടും അന്യഭാഷ കേട്ട് ഇവനൊക്കെ കായ്ക്കുക. വെക്കാൻ എളുപ്പമായതുകൊണ്ടും ചെലവ് വളരെ ചുരുക്കമായതുകൊണ്ടും മിക്ക ദിവസവും രസമാണ്. കൃപയാൽ അവസാനം വരെ കുടിക്കാനുള്ള കൃപ ദൈവം. അവസാനം മടുത്തപ്പോ യേശു കാട്ടത്തിയെ ശ്രമിച്ചതുപോലെ ദൈവമേ ഇവൻ വേരോടെ ഉണങ്ങിപ്പോകട്ടെന്ന് പറഞ്ഞു പോയത്. ഈ ഷാർജയിൽ ഞങ്ങൾ സമൂഹ വിവാഹം നടത്താൻ ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോ ഞാൻ ആ പഴയ പൂർവ്വകാല സ്മരണകൾ എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ആ പഴയ പുളിയറയിടം അന്വേഷിച്ചു. ആ വേദോത്സവത്തിൽ പറയുന്ന പോലെ ഞാൻ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കി. അവരെ കൃപയാൽ കണ്ടില്ല. ആരോ വെട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നീടുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ആ ഒരു സ്തോത്രം. അപ്പൊ ഞാൻ ആ കാലഘട്ടത്തിൽ എല്ലാവരും അവരുടെ ബ്രീഫ് കേസുകളുമായി അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ഞാന് അവിടെ സിയോഗത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ടാണ്. എനിക്ക് മാത്രം പോകാനൊരിടമില്ല. എന്റെ കൂട്ടുകാരെല്ലാം അവരുടെ ബാഗുകളും ബ്രീഫ് കേസും ഒക്കെ ആയിട്ട് സിറോഡിലേക്ക് കൂട്ടത്തോടെ അവർ പോകുമ്പോൾ, ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് മാത്രം പോകാനൊരിടമില്ലാതെ ഞാൻ വേദനയുടെ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. ആ സമയത്ത്
ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ നീ എന്നെ വിളിച്ചു, നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോയി. അതുകൊണ്ട് കർത്താവ് എന്നെ പുറത്തിറക്കണം, ഇതിനകത്ത് പുറത്തിറക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. കൃപയാൽ കർത്താവ് അതേ വർഷം തന്നെ 1980 എന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്കൊരു സഭയുടെ ശുശ്രൂഷ നൽകി. കർത്താവിന്റെ സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ദീർഘമായ 35 വർഷങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം 32 വർഷം കർത്താവ് അവിടെ സഹായിച്ചു. മലബാറിലാണ് അധിക സമയവും പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. തുടർന്ന് കോഴിക്കോട്, വയനാട്, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച് റാന്നി, വെഞ്ചിച്ചിറയിലും കോന്നിയിലും കോട്ടയിലും ശുശ്രൂഷിപ്പാൻ അവസരമുണ്ടായി. അവിടെ നിന്ന് ഇവിടേക്ക് ഷാർജയിലേക്ക് വരുവാൻ ദൈവം ഒരു അവസരം നൽകി. കഴിഞ്ഞ 3 വർഷം ഷാർജ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാനും ആ സഭയെ നയിപ്പാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ സമയം ആയതിനാൽ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച, നാളെയല്ല അടുത്ത ശനിയാഴ്ച 25-ാം തീയതി രാവിലെ ഞങ്ങള് മടങ്ങി നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഭാര്യയും 2 മക്കളുമുണ്ട്. മകളുടെ കുടുംബവും ഇവിടെ കർത്താവിന് വേല ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ അറിയും, പാസ്റ്റർ നിബു തോമസ് കുഞ്ഞുങ്ങളിവിടെ കർത്താവിന്റെ വേലയിൽ പൂർണ്ണ സമയം യൂണിയൻ ചർച്ചിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ അവിടെ കർത്താവിനെ ആരാധിക്കുന്നു. രണ്ടാമത്തെ മകൻ മനോരമയിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാനും നടത്തുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രത്തിൽ നിന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷയും യാത്രയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിനുള്ളിൽ എന്നെ ഉൾക്കൊള്ളുവാൻ, ഇങ്ങനെ ഉൾപ്പെടുത്തുവാൻ വിശ്വാസ കാണിച്ച മഹാ മനസ്സിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ദീർഘമായ പ്രസംഗത്തിനുള്ള സമയമില്ല. 5 മിനിറ്റ് കൂടെ പാസ്റ്റർ എനിക്ക് തന്നു. 7:35 വരെയുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ കർത്താവെ സ്തുതിക്കുന്നു. കാരണം ഞാനും ഇതേ പ്രശ്നം കഴിഞ്ഞ 3 വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പരാതിയും പരിഭവമില്ല. എത്രയോ പേരെ ഇതിനേക്കാൾ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് സ്തോത്രം. അതൊക്കെ തിരിച്ചു കിട്ടുകയാണെന്ന് കൂടി മനസ്സിലാക്കിയ കർത്താവ് സ്തോത്രം. ഇതിനിടയിൽ എന്നെ ഉൾപ്പെടുത്തിയതിനായി ഞാൻ കർത്തദാസരോടും ഈ സഭയോടും പ്രത്യേകം നന്ദി പറയാം. ഞാനിവിടെ വിശ്വാസ സഭയിലാണ് പ്രസംഗം. അതുകൊണ്ട് ഒരു നല്ല ചർച്ച ആണെന്ന് എനിക്കറിയാം. കുറച്ച് മറ്റടുത്ത് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ നേരം പ്രാർത്ഥിച്ചു. കർത്താവ് സ്തോത്രം. കർത്താവ് എനിക്കൊരു ദൂത്, ആ ദൂതിന്റെ വാക്യം ഞാൻ വായിക്കേണ്ടി വന്നില്ല. വാക്യം ഇവിടെ അച്ഛൻ സാക്ഷ്യത്തിൽ വായിച്ചു. അതുകൊണ്ട് വാക്യം എനിക്ക് വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ദൂത് ഏതായാലും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് 37-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 2 വാക്യം. ആ വാക്യം കർത്താവിന്റെ സ്തോത്രം ഞാൻ വായിക്കുന്നു. 37 സങ്കീർത്തനത്തിന്റെ 39-ഉം 40-ഉം വാക്യം. ഒന്ന് വായിക്കാൻ നാം ഞാൻ പറഞ്ഞേക്കും. ഒന്ന് പറയുന്നു, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ വരുന്നു, കഷ്ടകാലത്ത് അവനവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ അനുഗ്രഹീതമായ തിരുവചന ഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവെ സ്തുതിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില അടിയന്തര ഘട്ടങ്ങളെ നാം നേരിടേണ്ടതായി വരുന്ന ചില പ്രത്യേക സാഹചര്യമുണ്ട്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുന്ന, വേദനയുടെ തുരുത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയോ എന്ന് തോന്നുന്ന, ലോകത്തിന് ഒരു സ്ഥലത്തു നിന്നും ഒരു സഹായത്തിന് വഴിയില്ലാത്ത, എല്ലാ വഴികളും അടഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന ചില അടിയന്തര ഘട്ടങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ആഴത്വപരമായി നമ്മുടെ പ്രശ്നങ്ങളുടെ നടുക്കളത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം കഴിഞ്ഞ 35 വർഷം ഞാനത് കണ്ടിട്ടുണ്ട്.
കർത്താവിന്റെ സ്തോത്രം. പർസനേജുകളിൽ നിന്ന് പാർസനേജുകളിലേക്ക് കൂടുമാറിയിട്ടുള്ളപ്പോൾ, പല സ്ഥലങ്ങളിൽ മാറി മാറി കൂടാരം അടിച്ചിട്ടുള്ളപ്പോൾ, എത്രയോ പ്രാവശ്യം ഈ വാക്യം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അതേപോലെ അനർത്ഥമായിട്ടുണ്ട്. ദാവീദ് ഈ വാക്കുകൾ എഴുതുമ്പോൾ തന്നെ ഓർമ്മയുടെ ഫ്രെയിമിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. അത് മറ്റൊന്നല്ല, 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. ശൗല് ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അവന്റെ പ്രാണന് പിശാച് വില പറഞ്ഞൊരു സമയം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, മരണദൂതൻ വാറണ്ടുമായി അവന്റെ നേരെ വന്നതായ സമയം. ശൗലിനെ ഭയന്ന് ജീവന് വേണ്ടി ഒളിത്താവളങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയത്ത് മാവോൻ മരുവിലുള്ള സേനയിൽ അവനുണ്ടെന്നൊരു അറിവ് ശൗലിന് കിട്ടുവാനും ദാവീദിനെ പിന്തുടരുവാൻ ശൗല് സ്തോത്രമതി ആളുകളുമായി പഠനവുമായി അവനെ എടുത്തു. നമ്മളോട് വായിക്കുന്നില്ലേ, സേന കുന്നിൽ അവനോടൊപ്പം എത്തി. ശൗലിനെ അവിടെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, സമയപരിമിതി മൂലമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ്. കാരണം ദാവീദും അവന്റെ ആളുകളും ആ മലയ്ക്ക് ഇപ്പുറവും, ശൗലും അവന്റെ ആളുകളും ആ മലയ്ക്കപ്പുറവും. അങ്ങനെ അവനെ ഓടിക്കുകയാണ്. ആ മലയ്ക്ക് ചുറ്റും, സേന കുന്നിന് ചുറ്റും അവനെ ഓടിക്കുകയാണ്. പ്രാണനും കൊണ്ട് അവൻ ഓടുകയാണ്. പണ്ട് ചില നാളുകൾക്ക് മുമ്പ് യോനാഥാനോടൊപ്പം അവൻ പറഞ്ഞ അറപ്പറ്റിയ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അന്നൊരിക്കൽ അവൻ പറഞ്ഞു, യോനാഥാനെ, നീയും ഞാനുമായി, ഞാനും മരണമായി അത് ഒരടി അകലം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളെന്ന് പറഞ്ഞ അറപ്പറ്റിയ വാക്കുകൾ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പ്രാണനുമായി ഇവർ ഓടുകയാണ്. നമ്മളോട് വായിക്കുന്ന ഭാഗം നിങ്ങൾക്ക് വചനത്തിൽ വളരെ പ്രബുദ്ധരായ ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ആ പർവ്വതത്തിന് അപ്പുറവും ശൗല് ദാവീദ് ഇപ്പുറവുമായിട്ട് അതിന് ചുറ്റും ഓടി നടക്കുകയാണ്. ഓടി 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 ശരീരവും മനസ്സും തളർന്നു. അവിടെ നമ്മൾ വായിക്കുന്ന പ്രത്യേക ഭാഗം, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ശൗൽ ദാവീദിനെ എത്തിപ്പിടിക്കാൻ അടുത്തു എന്നാണ് നമ്മൾ പറയുന്നത്. എത്തിപ്പിടിക്കാൻ എടുത്തു. തൊട്ടില്ല എന്ന പരുവത്തിലെത്തിയപ്പോൾ ഒരു ദൈവപ്രവൃത്തി അവൻ ഇറങ്ങി വരികയാണ്. ആ പ്രതിസന്ധിയുടെ ആർക്കും അവനെ രക്ഷിപ്പാൻ, ആർക്കും അവനെ വിടിയിപ്പാൻ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ പ്രത്യേക സാഹചര്യത്തിൽ ഇതാ ഒരു ദൂതൻ ഓടി അവന്റെ അടുക്കലേക്ക് വരികയാണ്. ശൗലിന്റെ അടുക്കൽ എന്ന് പറയുന്നു, ക്ഷണം വരണം, പരിശ്രമം നമ്മുടെ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. നമ്മളവിടെ വായിക്കുന്നത് കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് ശൗല് ദാവീദിനെ പിന്തുടർന്നത് വിട്ടിട്ട് അവൻ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ പ്രത്യേക സാഹചര്യത്തിൽ ആ ദൂതനെ അവിടെ അയച്ചിട്ടില്ല എന്നെങ്കിൽ, ആ ദൂതൻ അവിടെ വന്നിട്ടില്ല എന്നെങ്കിൽ ഞാൻ നിങ്ങളും ദാവീദിന് ചരമഗീതം പാടേണ്ടി വന്നേനെ. അവന്റെ ശവടക്കിന് അവൻ സാക്ഷികളായത്. എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ അവൻ പ്രതിസന്ധിയുടെ നടുക്കളത്തിലേക്ക് ദൈവം ആഴത്തപരമായി ഇറങ്ങി വന്നവനെ വിടുവിച്ചപ്പോൾ ദൈവദാസത്തിന്റെ സങ്കീർത്തനം എഴുതിയപ്പോൾ പാടി, നീതിമാന്മാരുടെ രക്ഷ വരുന്നു, രക്ഷകാലത്ത് അവനവരുടെ ദുർഗമായി വെളിപ്പെടുന്നു, അവനവരെ ആശ്രയിച്ചുകൊണ്ട് അവനവരെ സഹായിച്ച് രക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതേതെങ്കിലും ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്നതല്ല. നിന്റെ ആവശ്യത്തിന് വേണ്ടി കാക്കയെ പൊളിക്കിയാൽ മതിയെങ്കിൽ, അതിനെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ദൈവം അത് ചെയ്യും. അല്ല, നമ്മുടെ പ്രശ്നം കുറച്ചുകൂടെ ഗൗരവമാണ്, കാക്കയെ കൊണ്ട് നടക്കുന്നതല്ല.
ഒരു മനുഷ്യനെ, ഒരാളെ നിനക്ക് ആവശ്യമായി ആ പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ, ഇടപെടാനും സഹായിക്കാനും വേണോ, ആ സാഹചര്യത്തിൽ ആളെ ഒരുക്കാനുള്ള ദൈവശക്തനാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാത്തിനും പരിമിതികളുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നാൽ മനുഷ്യനെ കൊണ്ട് നടക്കാത്ത, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണോ പ്രാർത്ഥിക്കുന്നവരെ, ആരാധിക്കുന്ന ദൈവത്തിലെ, ദൈവത്തെ നോക്കുന്നവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ വയൽക്കാലം പറയട്ടെ, മനുഷ്യനെ കൊണ്ട് നടക്കാത്തത് സ്ഥാനത്ത് ദൈവം നിനക്ക് വേണ്ടി ദൂതനെ വെക്കാൻ ദൈവശക്തനാണ്. ദൂതനും പരിമിതികളുണ്ട്. ദൂതനെ കൊണ്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ നിന്റെ ദൈവം ആഴത്തവരും. അത് ആവർത്തിക്കുന്നതിൽ എനിക്ക് ഒരു വർഷം നിനക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അനുഭവിച്ച ദൈവമക്കളുടെ അകത്തുണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൂതകട്ടെ, അനങ്ങാതിരിക്കുകയല്ല. ഹല്ലേലൂയ, ദൈവം നമ്മൾ നടത്തിയിരുന്നപ്പോൾ ഓർത്ത നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കുവാനായിട്ട് കഴിയും, നമുക്ക് എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും. വരുന്നു നമ്മുടെ ദുർഗമായി വലിപ്പെടുകയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സ്തോത്രം, ചൈനയിലെ വൻമതിലല്ല, ഇന്ത്യയിലെ താജ്മഹലല്ല, ലണ്ടനിലെ ബിഗ് ബെല്ലല്ല, സ്തോത്രം, ലോകത്തിലെ ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻ അല്ല, ലോകങ്ങളുടെ ഏറ്റവും വലിയ സ്തോത്രം മഹാത്ഭുതം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ സ്തോത്രം മോശയുടെ നേതൃത്വത്തിൽ ദൈവം മരുഭൂമിയിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ ഇതിനു മുൻപ് ആ സ്ഥലത്ത് പോയിട്ടില്ല. കനാൻ മോശ കണ്ടിട്ടില്ല, അവിടെ പോയിട്ടില്ല. ഒരൊറ്റ അറിവ് മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞ ഒരറിവ് മാത്രമേ ആ സ്ഥലത്തെ കുറിച്ച് മോശയ്ക്കുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. വേറെ പോകേണ്ട വഴിയില്ല. നേരത്തെ റൂട്ട് മാപ്പ് നൽകിയില്ല. അതാണ് സമയം വേഗം പോകുന്നതനുസരിച്ച് പോവുക. നമ്മൾ വഹിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളുമായി മരുഭൂമിയിലേക്ക് പോവുകയാണ്. ന്യായവിന ഷോപ്പുകളില്ല, റേഷൻ കടകളില്ല, ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണില്ല, മെഡിക്കൽ കോളേജില്ല, യാതൊരു സംവിധാനവുമില്ല. ഇത്രയും വലിയൊരു ജനത്തെ നയിച്ചുകൊണ്ട് പോവുക എന്നത് തീരെ ചെറിയ സംഗതിയല്ല. ഒരു സഭ നടത്തുന്നത് ഞങ്ങൾക്കറിയാം, 10-100 എണ്ണത്തെ നടത്തുന്നതിന് ഗതികേട്. അപ്പോ സ്തോത്രം, ഇത്രയും ആളുകളെ ഒരു മരുഭൂമി കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ വിഷമതകൾ എത്ര വരുന്നത്. ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. സ്തോത്രം, അങ്ങനെ ഒരു പാട്ടോടും കൊട്ടോടും നൃത്തത്തോടും കൂടെ സ്തോത്രം കനാലിൽ നോക്കി ഇറങ്ങി തിരിച്ചു. വളരെ സന്തോഷത്തോടെ അവർ മുൻപോട്ട് പോയി. നമ്മളിവിടെ വായിക്കുന്നത് 13-ാം അധ്യായം പുറപ്പാട് 14-ാം അധ്യായത്തിന് വരുമ്പോൾ വലിയൊരു പ്രതിസന്ധിയെ അവരവിടെ അഭിമുഖീകരിക്കുക. അവർ യാത്ര ചെയ്ത് ചെങ്കടലിന്റെ തീരത്തെത്തി. സ്തോത്രം, മുൻപോട്ടുള്ള യാത്ര തടസ്സമായി. ജനം ചിന്തിച്ചു, ആർക്കോ ഒരാൾക്ക് വഴിതെറ്റി. ഒന്നീ ദൈവത്തിന്, അല്ലെങ്കിൽ മോശയ്ക്ക്. ആർക്കോ ഒരാൾക്ക് വഴിതെറ്റി. അതുകൊണ്ട് ദൈവവും മോശയും തമ്മിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് നമുക്കൊരു അല്പസമയം വിശ്രമിക്കാമെന്നുള്ള നിലയിൽ പാട്ടക്കെട്ടുകളൊക്കെ ഇറക്കി അവരൊന്ന് വിശ്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പുറകിൽ ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും സൈന്യവും അവരെ പിന്നാലെ പാഞ്ഞു വരികയാണ്. അവർ മുൻപോട്ട് പോകേണ്ട പാത വെള്ളം മൂടിക്കിടക്കുകയാണ്. ചെകുത്താനും കടലിലും മധ്യേ അകപ്പെട്ടവരെ പോലെ അകപ്പെട്ടു പോയ അവർ ആ സാഹചര്യത്തിൽ ചോദിച്ച 2-3 ചോദ്യമുണ്ട്. അയ്യോ ദൈവമേ, ഞങ്ങൾ അവൻ എന്തു ചെയ്യും? ദൈവമേ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ നിലവിളിക്കുമ്പോൾ സ്തോത്രം, എല്ലാവരും മോശക്കെതിരായി, എല്ലാവരും പ്രതികൂലമായി സ്തോത്രം മുൻപോട്ടുള്ള വഴി അടഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരും വിശ്വസിച്ചവരെല്ലാം അവനെതിരെ തിരിഞ്ഞപ്പോൾ മോശ ഒരു കാര്യം ചെയ്തു. ദൈവത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തി. മോശയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. ആരെല്ലാം മാറിയാലും ഈ പ്രതിസന്ധിയിൽ എന്നെ വിളിച്ചിറക്കിയ ദൈവം മാറാത്തവന്. ഇന്ന് സന്ധ്യാസമയത്തെ ഓർപ്പിക്കട്ടെ, ലോകം മാറാം,
മാറാം, സാഹചര്യം മാറാം, ഭരണകൂടം മാറാം, കാലാവസ്ഥ മാറാം, സഭയെ ശുശ്രൂഷിക്കുന്ന ആകെ സ്ഥലം മാറാം. ഇന്നിപ്പോ രാത്രി ദൈവത്തിന് നിന്നെ വിളിച്ചിറക്കുന്നതിന് മാത്രമാണ്. Praise the Lord. Hallelujah. അവൻ മാറാത്തവർക്ക് മാത്രമല്ല, അവന്റെ പ്രതിസന്ധികളുടെ നടുവിൽ വഴിമുട്ടിയെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ Hallelujah, നിനക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുവാൻ ശക്തനാണ്. സൈന്യത്തെ കൊണ്ട് നടക്കാത്തത്, ശക്തി കൊണ്ട് നടക്കാത്തത്, പണം കൊണ്ട് നടക്കാത്തത്, സ്വാധീനം കൊണ്ട് നടക്കാത്തത്, ഇത് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവിനാൽ അതിനെ സത്യമാക്കുവാൻ ഒരു മതിയായ ദൈവമാണ്. പ്രിയരെ, നമുക്ക് ദൈവത്തിലേക്ക് നോക്കാം. ഏതെങ്കിലും പ്രശ്നത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, മുൻപോട്ട് പോയ വഴികളെല്ലാം അടഞ്ഞു, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞുപോയി എന്ന് തോന്നുന്ന ആകെ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, നീതിമാന്മാരുടെ രക്ഷ വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമായി വെളിപ്പെടും. അവനവരെ ആശ്രയിക്കൊണ്ട് അവനവരെ സഹായിച്ച് വിടുവിക്കുന്നേ. കർത്താവ് അവരുടെ കൃപയിൽ ആശ്രയിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ലഭിച്ച കർത്തദാസും സഭയ്ക്കും നന്ദി പറയാൻ ഞങ്ങളെ ഇവിടെ ശുശ്രൂഷ പ്രാർത്ഥന കോൺഫറൻസ് ചെയ്യുന്നു.